ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ ക്യാൻസർ എന്താണ്, കാരണമെന്ത്, ശാസ്ത്രം പറയുന്ന സത്യങ്ങളും ആധുനിക ചികിത്സകളും. ക്യാൻസർ ലോകത്ത് ഏറ്റവും ഭയപ്പെടുത്തുന്ന രോഗങ്ങളിലൊന്നാണ്. പക്ഷേ ക്യാൻസർ എന്നത് യഥാർത്ഥത്തിൽ എന്താണ്, അതിന് കാരണങ്ങളെന്ത്, ഇന്നത്തെ ശാസ്ത്രം പറയുന്ന ചികിത്സ എന്താണ്, ഇന്ന് നമുക്കിത് വ്യക്തമായി മനസ്സിലാക്കാം. ക്യാൻസർ ഒരേ ഒരു രോഗമല്ല, അത് പലതരത്തിലുള്ള രോഗങ്ങളുടെ ഒരു കൂട്ടമാണ്. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ സാധാരണയായി നിയന്ത്രിതമായി വളരും, വിഭജിക്കും, പിന്നെ മരിക്കും. എന്നാൽ ഈ നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ, അതായത് DNA-യിൽ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ കോശങ്ങൾ നിയന്ത്രണം വിട്ട് വളരാൻ തുടങ്ങും. ഇങ്ങനെ നിയന്ത്രണം നഷ്ടപ്പെട്ട കോശങ്ങൾ കൂട്ടമായി വളർന്ന് ഒരു ട്യൂമർ രൂപപ്പെടും. ഈ കോശങ്ങൾ ശരീരത്തിലെ മറ്റ് ഭാഗങ്ങളിലേക്ക് പടരുമ്പോൾ അതിനെ മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നു. ഇതാണ് ക്യാൻസറെ അപകടകരമാക്കുന്നത്. ക്യാൻസറിൻ്റെ ശാസ്ത്രീയമായ കാരണങ്ങൾ. ക്യാൻസർ ഉണ്ടാകാൻ പ്രധാനമായ 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തത് ജനറ്റിക് മാറ്റങ്ങൾ. 2 പരിസ്ഥിതി ജീവിതശൈലി കാരണങ്ങൾ. ഒന്നാമത്തെ ജനിതക മാറ്റങ്ങൾ, ജനറ്റിക് മ്യൂട്ടേഷൻസ്. കോശങ്ങൾ വിഭജിക്കുമ്പോൾ DNA-യിൽ പിഴവുകൾ സംഭവിക്കാം. BRCA2 പോലുള്ള ജീനുകളിൽ വരുന്ന മാറ്റങ്ങൾ ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത ഉയർത്തുന്നു. രണ്ടാമത്തേത് പുകവലി, ടൊബാക്കോ യൂസ്. പുകവലി ക്യാൻസറിൻ്റെ ഏറ്റവും വലിയ കാരണമാണ്. പുകയിൽ 70-ലധികം കാർസിനോജൻസ്, അതായത് ക്യാൻസർ ഉണ്ടാക്കുന്ന രാസവസ്തുക്കളുണ്ട്. ഇത് നേരിട്ട് DNA-യെ കേടുവരുത്തുന്നു. മൂന്നാമത്തേത് കിരണങ്ങൾ, റേഡിയേഷൻ. സൂര്യപ്രകാശത്തിലെ UV കിരണങ്ങൾ സ്കിൻ ക്യാൻസർ ഉണ്ടാക്കാം. അധികമായ എക്സ്റേ പോലുള്ള റേഡിയേഷൻ എക്സ്പോഷർ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കും. നാലാമത് വൈറസുകളും ഇൻഫെക്ഷനും. ചില വൈറസുകൾ ക്യാൻസറിന് കാരണമാകുന്നു. HPV, സെർവിക്കൽ ക്യാൻസർ, ഹെപ്പറ്റൈറ്റിസ് B and C, ലിവർ ക്യാൻസർ ഇതിന് കാരണമാകുന്നു. അഞ്ചാമത്തത് ജീവിതശൈലി, ലൈഫ് സ്റ്റൈൽ. അധികഭാരം, വ്യായാമക്കുറവ്, മദ്യപാനം, തെറ്റായ ഭക്ഷണരീതി ഇവയെല്ലാം ക്യാൻസറിന് കാരണമാകുന്നു. ഇവ ശരീരത്തിൽ ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു. ആറാമത്തത് പരിസ്ഥിതി വിഷങ്ങൾ, എൻവയോൺമെൻ്റൽ ടോക്സിൻസ്. അതായത് എയർ പൊല്യൂഷൻ, ആസ്ബെറ്റോസ്, ബെൻസീൻ പോലുള്ള വിഷങ്ങൾ DNA-യെ ബാധിച്ച് ക്യാൻസർ സാധ്യത ഉയർത്തുന്നു. ക്യാൻസറിന് ചികിത്സയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒരു സത്യമാണ്, എല്ലാ ക്യാൻസറിനും ഒരേ ഒരു മാജിക് ക്യൂർ ഇല്ല.
പക്ഷേ പല ക്യാൻസറുകളും ചികിത്സിച്ച് സുഖപ്പെടുത്താനും നിയന്ത്രിക്കാനും കഴിയും. ശാസ്ത്രീയമായി തെളിയിച്ച ചികിത്സകൾ. ഒന്നാമത്തത് ശസ്ത്രക്രിയ, സർജറിയാണ്. ക്യാൻസർ ആദ്യം കണ്ടെത്തിയാൽ ട്യൂമർ മുഴുവനായി നീക്കം ചെയ്യാം. ഇത് പല കേസുകളിലും പൂർണ്ണമായ ചികിത്സയാണ്. രണ്ടാമത്തെ കീമോതെറാപ്പി. വേഗത്തിൽ വളരുന്ന കോശങ്ങളെ നശിപ്പിക്കുന്ന മരുന്നുകൾ പല വർഷങ്ങളായി ഉപയോഗിക്കുന്ന ഒരു പ്രധാന ചികിത്സയാണ്. മൂന്നാമത്തത് റേഡിയേഷൻ തെറാപ്പി. ഉയർന്ന എനർജി ഉപയോഗിച്ച് ക്യാൻസർ സെൽസ് നശിപ്പിക്കുന്നു. നാലാമത്തത് ടാർഗറ്റഡ് തെറാപ്പി. ക്യാൻസർ വളരാൻ സഹായിക്കുന്ന പ്രത്യേക മോളിക്യൂളുകളെ മാത്രം ലക്ഷ്യമിടുന്നു. ഇതിന് സൈഡ് ഇഫക്ട്സ് കുറയ്ക്കാൻ സഹായിക്കുന്നു. 5 ഇമ്മ്യൂണോതെറാപ്പി. ഇത് ഒരു വിപ്ലവകരമായ മുന്നേറ്റമാണ്. ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ശക്തിപ്പെടുത്തി ക്യാൻസർ സെല്ലിനെ ആക്രമിക്കുന്നു. ചെക്ക് പോയിൻ്റ് ഇൻഹിബിറ്റേഴ്സ്, CAR-T സെൽ തെറാപ്പി. ഇവ ചില ബ്ലഡ് ക്യാൻസേഴ്സിൽ വലിയ വിജയമാണ്. ആറാമത്തത് പ്രിസിഷൻ മെഡിസിൻ. ഓരോ രോഗിയുടെയും ട്യൂമർ ജനറ്റിക് അനാലിസിസ് ചെയ്ത് വ്യക്തിഗത ചികിത്സ നൽകുന്നു. ശാസ്ത്രീയ തെളിവുകൾ പറയുന്നത് കഴിഞ്ഞ 20 വർഷങ്ങളിൽ സർവൈവൽ റേറ്റ് വളരെ ഉയർന്നിട്ടുണ്ട്. ഏർലി ഡിറ്റക്ഷൻ ക്യൂർ റേറ്റ് വളരെ കൂടുതലാണ്. ഇമ്മ്യൂണോതെറാപ്പി ചില അഡ്വാൻസ്ഡ് ക്യാൻസേഴ്സിൽ പോലും ദീർഘകാല റെമിഷൻ. ഭാവിയിലെ ചികിത്സകൾ. ശാസ്ത്രം ഇനി പ്രവർത്തിക്കുന്നത് ക്യാൻസർ വാക്സിൻസ്, CRISPR ജീൻ എഡിറ്റിംഗ്, ബ്ലഡ് ടെസ്റ്റ് വഴി ഏർലി ഡിറ്റക്ഷൻ. അപ്പോൾ ക്യാൻസർ ഒരു അജ്ഞാത രോഗമല്ല. ഇത് DNA-യിലെ മാറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു ശാസ്ത്രീയ പ്രക്രിയയാണ്. ഒരേ ഒരു ക്യൂർ ഇല്ല, പക്ഷേ ശക്തമായ ചികിത്സകളുണ്ട്. ഏർലി ഡിറ്റക്ഷൻ ജീവൻ രക്ഷിക്കുന്നു. അതുകൊണ്ട് ക്യാൻസർ കോശങ്ങളിൽ ആരംഭിക്കാം, പക്ഷേ അതിനെ തോൽപ്പിക്കുന്നത് അറിവും ശാസ്ത്രവും പ്രതീക്ഷയുമാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിച്ചു കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. തുടർന്നുള്ള ദിവസങ്ങളിലും ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനമായ വീഡിയോകളുമായി വരുന്നത് വരെ